CPI ഒരു തിരുത്തൽ ശക്തിയായിരുന്നു, നമ്മളില്ലാന്ന് പറയാൻ കഴിയില്ല. ഒരുപാട് കാലം CK ചന്ദ്രപ്പൻ്റെ കാലം വരെ തിരുത്തൽ ശക്തിയാണ്. കാനൻ രാജേന്ദ്രൻ അത് ആ ലെഗസി ഉപയോഗിച്ച് പാർട്ടിയുടെ സെക്രട്ടറി ആയി. പക്ഷേ സെക്രട്ടറി ആയതിനു ശേഷം കാലത്തിന് ആ നിലയ്ക്ക് മുന്നോട്ട് പോകാൻ പറ്റിയില്ല. ബിനോയ് വിശ്വം വരുമ്പോൾ പൂർണ്ണമായിട്ടും അടിമയാണ്. അല്ല, ബിനോയ് വിശ്വം അവസാനം PM ശ്രീയുടെ വിഷയത്തിൽ ശക്തമായ നിലപാട് എടുത്തു. ആക്ച്വലി വേണമെങ്കിൽ യഥാർത്ഥത്തിൽ CPIക്ക് ഒരു തിരുത്തൽ ശേഷി നിലനിർത്താൻ കഴിയുമായിരുന്നു. എന്തുകൊണ്ട് അവർ ചെയ്തില്ല എനിക്കറിയില്ല. പക്ഷേ ബിനോയ് വിശ്വം ഏറ്റവും അവസാനം ചെയ്തിട്ടുള്ള കാര്യങ്ങളിലൊന്ന് PM ശ്രീയുടെ കാര്യത്തിൽ ശക്തമായ പൊസിഷൻ എടുത്തതാണ്. പക്ഷെ എന്തുകൊണ്ടാണ് ആ ഒരു കൺസിസ്റ്റന്റ് ആയിട്ടൊരു തിരുത്തൽ ശക്തിയായിട്ട് നിൽക്കുന്നതിൽ ഇവരൊക്കെ കേന്ദ്ര ലീഡർഷിപ്പ് പരാജയപ്പെട്ടു, ഇടതുപക്ഷ മുന്നണിയിലെ കാര്യത്തിൽ നിലപാടെടുത്തു. പക്ഷേ PM ശ്രീ ഒപ്പിട്ട് കഴിഞ്ഞ് എന്ത് സംഭവിച്ചു എന്ന് ഒരിക്കലും ബിനോയ് വിശ്വം പറഞ്ഞിട്ടില്ല. ഇപ്പോഴതിൻ്റെ സ്ഥിതി എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഇപ്പോഴത് പിൻവാങ്ങിയോ ഇല്ലയോ എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ താൽക്കാലികമായ ഒരു പ്രശ്നം ഉയർത്തുകയും മാധ്യമങ്ങളിലൂടെ അത് പരിഹരിക്കുകയാണ് ചെയ്തത്. പ്രായോഗികമായിട്ട് അത് എവിടെ എത്തിയെന്ന് പരിശോധിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ബിനോയ് വിശ്വത്തിന് ഇത്തരം ഒരുപാട് കാര്യങ്ങൾ ഇടപെടായിരുന്നു. CPM ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയായിരുന്നു, പിണറായി വിജയനെ നിയന്ത്രിക്കായിരുന്നു. ഒന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. ആ മുന്നണിയിൽ ഒരാളും ചെയ്തിട്ടില്ല, പിണറായി വിജയൻ്റെ പാർട്ടി ചെയ്തിട്ടില്ല. ഇപ്പോഴുള്ളൊരു തമാശ, ഈ പിണറായി വിജയൻ്റെ കുഴപ്പം കൊണ്ടാണ് ഇതെല്ലാം വന്നത്, ശൈലജ ടീച്ചർ മത്സരിച്ചാൽ ഭരണം കിട്ടും, അങ്ങനെ ഒരു നറേറ്റീവ് വരുന്നു. അതെ, ഇതെല്ലാം കുറ്റം പിണറായിയുടെ തലയിൽ ഇട്ട് രക്ഷപ്പെടാൻ ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, അയാളാണ് ഉത്തരവാദി എന്ന് പറഞ്ഞുകൊണ്ട് ഈ കള്ളൻ വിളിക്കുന്ന ഒരു കളി ഇപ്പം നടക്കുന്നുണ്ടെന്നായിരിക്കും തോന്നുന്നത്. സത്യത്തിൽ അഖിലേന്ത്യാ സെക്രട്ടറി ഇത്തരം കാര്യങ്ങളിൽ നടപടിയെടുക്കാൻ ഉത്തരവാദിത്തമുള്ള ആളല്ലേ. എല്ലാ കാലത്തും CPMൻ്റെ ചരിത്രത്തിൽ EMSൻ്റെ സർക്കാരിൽ 67 സുന്ദരയ്യ ഇടപെട്ട കാര്യങ്ങളൊക്കെ അതിശക്തമായിട്ട് നോസിറ്റർ പുസ്തകത്ത് പറയുന്നുണ്ട്. കമ്മ്യൂണിസം വളരെ കർക്കശമായിട്ടാണ്. ഒരു തവണ EMS രാജിവെക്കാൻ വേണ്ടി തയ്യാറായി എന്ന് പോലും മധുരയിൽ കേന്ദ്ര കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ EMS ഞാൻ അങ്ങനെയാണ് രാജിവെക്കാം എന്ന് പറഞ്ഞു എന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തരത്തിൽ വളരെ കർക്കശമായിട്ട് ഇടപെട്ടിരുന്ന ഒരു പാർട്ടി. ഏറ്റവും അവസാനം പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആയിരുന്ന സമയത്താണ് പിണറായി വിജയൻ കരുണാകരനെ ഇടതുപക്ഷ മുന്നണിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ച് DIC എന്നുള്ള പേരിൽ. പക്ഷെ അതിനകത്ത് പ്രകാശ് എടുത്തത് നിലപാട് എന്താ വെച്ചാൽ അടിയന്തരാവസ്ഥയുടെ ഈ പാരമ്പര്യം പുലർത്തുന്ന കരുണാകരനെ മുന്നണിയിൽ കൊണ്ടുവരാൻ കഴിയില്ല എന്ന് പിണറായി വിജയനെ സൈഡിൽ ഇരുത്തിക്കൊണ്ട് തന്നെയാണ്. അപ്പോൾ വേണമെങ്കിൽ പാർട്ടി ജനറൽ സെക്രട്ടറിക്ക് ഇത്തരം കാര്യങ്ങൾ കർക്കശമായ സമീപനം എടുക്കാനും അത് അസർട്ട് ചെയ്യാനുള്ള ശേഷി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ പാർട്ടി.